തലശ്ശേരി എരഞ്ഞോളിപ്പുഴയുടെ തീരത്തുകൂടെ നടക്കുമ്പോൾ ദാ ഇതുപോലെ ഒരുപാട് ചാക്കുകെട്ടുകൾ കാണാം. കഴിഞ്ഞ 2 മാസം കൊണ്ട് ഒരു ഓട്ടോ ഡ്രൈവർ കണ്ടൽക്കാടുകൾക്കിടയിൽ നിന്ന് പെറുക്കിക്കൂട്ടിയ മാലിന്യങ്ങളാണിവ. ഇത് മൊത്തം ഞാൻ തന്നെ ആക്കിയാണ്. ഇത് 2 മാസം കഴിഞ്ഞ് ഇതിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട്. ഞാൻ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ലോഡ് കണക്കിന് മാലിന്യങ്ങളായിരുന്നു പുഴയിലുണ്ടായിരുന്നത്. എൻ്റെ പേര് സുരേന്ദ്രൻ എന്നാണ്. സുരേന്ദ്രൻ ധർമ്മടം എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്ക് ഔദ്യോഗികമായിട്ടുള്ള പേര് വി രവീന്ദ്രൻ എന്നാണ്. ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. രാവിലെ ഇതിന് വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കണ്ടൽക്കാട്ടിനകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വലിച്ചു കയറ്റിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് 3 മണിക്കൂറിന് മേലെ ഉണ്ടാവും. ചിലപ്പോൾ വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടാവും. ലക്ഷക്കണക്കിന് കുപ്പിയാണ് ഈ പുഴയിൽ. ഈ പുഴയുടെ പരിസര പ്രദേശത്ത് ഏകദേശം 18ഓളം ബാറുകൾ പ്രവർത്തിക്കുന്നുണ്ട് എരഞ്ഞോളിപ്പുഴയുടെ തീരത്ത്. ഇതിനകത്ത് കുപ്പി കഷ്ണം ഉണ്ടാവും, മുരു ഉണ്ടാവും, ട്യൂബിന്റെ കഷ്ണം ഉണ്ടാവും, പൊളിഞ്ഞ ഗ്ലാസിന്റെ കഷ്ണം ഉണ്ടാവും, ടീൽസിന്റെ കഷ്ണം ഉണ്ടാവും, ചെരുപ്പ്, പമ്പോസ്, നാപ്കിന് ഇതെല്ലാം ഇതിനകത്ത് ഉണ്ടാവും. ഈ തെർമോക്കോളിനകത്ത് ഈ പായലുകൾ പിടിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മത്സ്യങ്ങൾ കഴിക്കാൻ കൂട്ടമരണത്തിന് കാരണമാവുകയും ഇത് മത്സ്യങ്ങൾ കഴിക്കുമ്പോൾ ആ മത്സ്യത്തെ നമ്മൾ കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ മനുഷ്യ ശരീരത്തിൽ എത്തുന്നതിന്റെ ഫലമായിട്ട് വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ പുഴയിൽ കണ്ടൽക്കാടുകൾ വെക്കാൻ ഇറങ്ങും. പിന്നെ പുഴേന്റെ തീരത്താണ് എൻ്റെ വീട്. അതുകൊണ്ട് ഈ പുഴയിൽ ഇറങ്ങിയിട്ട് നല്ല ശീലമാണ്. റോഡ് സൈഡിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റുന്ന, കണ്ടൽക്കാടിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന എല്ലാം നമ്മൾ അങ്ങനെ എടുക്കും. അല്ലാതെ ഉള്ളത് ഈ ഐലൻഡുകളായിട്ടുള്ള സ്ഥലങ്ങളിലുള്ള പുഴേൻ്റെ നടുക്കുള്ള സ്ഥലത്തെല്ലാം ഇതുപോലെ എൻ്റെ സുഹൃത്തുക്കളുടെ തോണികളൊക്കെ ഉണ്ട്. അതെടുത്തിട്ട് പോയിട്ട് അതിൽ കയറ്റിയിട്ട് കരക്ക് കൊണ്ടുവന്ന് വെക്കും. ഇതെല്ലാം 1996 കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫിന് വേണ്ടി, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ നട്ടു വളർത്തിയ കണ്ടൽക്കാടുകളായത്. ഈ കാണുന്ന എല്ലാം ഒരു നേരം ഭക്ഷണമാണ്, ലഘുവായിട്ടുള്ള ഭക്ഷണം. അല്ലെങ്കിൽ ആദ്യമൊക്കെ ഇവിടെ ഇറങ്ങുമ്പോൾ ഛർദ്ദിക്കും. ഇത് കണ്ടോ, ആൾക്കാർ ചെയ്യുന്ന പണിയാണ്. ഭ്രാന്താന്നാ പറയുന്നത്. എന്നെ ഒരു വാഹനത്തിൽ ഒരു ദിവസം വന്നു നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഞാൻ ഇത് സാധനമായിട്ട് കയറി വരുന്ന സമയത്ത് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ച് എന്ത് ഭയങ്കര വേദനയായിപ്പോയി. ഞാൻ ഈ ഭൂമിക്ക് വേണ്ടിയിട്ട്, നമുക്കായി നാളെയൊക്കെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പ്രവൃത്തി ചെയ്യുന്നത്. ഒരു പൈസ പോലും പ്രതിഫലം ആഗ്രഹിക്കാണ്ട് ഭയങ്കര സങ്കടമായിപ്പോയി. ട്രൈസോഫോറ മ്യൂക്രണേറ്റ എന്നാണ് ഈ സസ്യത്തിൻ്റെ പേര്. പ്രാന്തം കണ്ടൽ എന്നാണ് ഇതിൻ്റെ മലയാളം പേര്. ഇത് സുനാമീനെ പോലും പ്രതിരോധിക്കാനുള്ള ശേഷികൾ ഈ കണ്ടൽക്കാടുകൾക്കുണ്ട്. ഞാൻ ഒരു യജ്ഞം പ്രഖ്യാപിച്ചതാണ്. ഈ പുഴയിൽ ഉള്ള കംപ്ലീറ്റ് മാലിന്യങ്ങളും എന്ന് നീക്കം ചെയ്ത് തീരുന്നോ അന്ന് എൻ്റെ ഈ പ്രവർത്തനം നിർത്തും. ആരുടെ സഹായങ്ങളോ അല്ലെങ്കിൽ പ്രതിഫലം ഒന്നും ആഗ്രഹിക്കുന്നില്ല. എനക്കാരുടെ അതിൻ്റെ ആവശ്യവുമില്ല. എനക്ക് എപ്പം വരെയും പറ്റും അതുവരെ ഞാൻ ചെയ്തിരിക്കും. കുത്തിയുടച്ചു നമ്മെ നമ്മുടെ കണ്ണിനുള്ളിലെ കൃഷ്ണമണി നമ്മളറത്തു മുറിച്ചു പാട്ടിൽ പാടിയ ഗുരു.